പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 16 തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ്, ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കണ്ണിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാൻ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമ്മയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസം മാറാതെ നിങ്ങളുടെ വീട്ടിൽ വരും.
നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിന്നെ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മുന്നേറ്റങ്ങളിലെ ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴു ഉണ്ടാവുമെന്ന് പറയണില്ലേ? അത് പൂ ഇടണ കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും, ചിലപ്പോൾ പുഴുവായിരിക്കും. അത് മാങ്ങ പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ പുഴു അതുപോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക്. ഇങ്ങനെ ഒരു ഗതികേടുണ്ട്. സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായില്ല, നമ്മൾ അറിയത്തില്ല. അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മൾ കരിസ്മാറ്റിക്, ഇപ്പോൾ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിരുന്നതാണ്. ഇപ്പം മരിയൻ ധ്യാനം നടക്കണം. ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യകാലങ്ങളൊക്കെ വരുന്നവർ നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു 12 ഇടവക കൊച്ചച്ഛനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ. പക്ഷേ അവർ ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, അതുപോലെ തന്നെ അന്തരീസൗഖ്യ ധ്യാനം കൂടി, പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി, ഓരോരോ ധ്യാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും. അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവുണ്ടെങ്കിൽ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും. അപ്പോൾ ഇത് എന്നെ കണ്ടുപിടുത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ നമ്മൾ കണ്ട വചനം ഒന്ന് വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ എന്താ കണ്ടത്? 1:9-16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതിലെനിക്ക് അഹംഭാവം കണ്ട ഈ സാധനം കയറി വരും. അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും. ഇത് പൗലോസിൻ്റെ ഒരു നിരീക്ഷണമാണിത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു, എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. പത്രോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. അപ്പം ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത്. കാര്യം അദ്ദേഹം പറയത്തില്ലേ, നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യകാര്യങ്ങൾ അദ്ദേഹം പറയണത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു അഹംഭാവം ഉണ്ട്. പക്ഷേ ക്രമേണ ക്രിസ്തു ആ മേഖലയെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കണമെന്ന് പറയും. അത് പ്രോസസ്സാണ്. ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. പൗലോസിൽ വളരെ നന്നായിട്ട് നടന്നത്, പൗലോസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്രോസിനേക്കാൾ പാടായിരുന്നു പൗലോസിനെ വിട്ടുകൊടുക്കാൻ. ഗർവ് കൂടുതലായിരുന്നു. പത്രോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ്. അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ശാഠ്യം പിടിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും. അത് ഒഴിവാക്കാമായിരുന്നു. പത്രോസ് ആര്? ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ, അവൻ്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത്.
അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ, അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കഴുത്തെ പിടിച്ചുള്ള താഴെയിട്ട ആളാണ്. അയാൾക്ക് മനസാന്തരം ഉണ്ടായി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ല. ശരിക്കും പൗലോസിന് അവസാന കാര്യങ്ങളിലാണ് ശരിക്കും പാകത വരണത്, കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന്. ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത്. നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും. കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ, അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാ ദാസന്മാരാണെന്നൊക്കെ പറയണില്ലേ, അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പോടെ ഇല്ലെന്നേ പറയണത്. അതാണ് ഈശോ പറഞ്ഞതാണ് സംഭവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമില്ലേ 17:10, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. അപ്പൊ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതാണ് ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് സെർവൻ്റ് ആണെന്ന്. പക്ഷെ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നല്ല സമയമെടുക്കും. അത് ഓരോ വിഷയമെന്ന് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും, ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും. പക്ഷെ അപ്പം നമ്മളവർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന്. പക്ഷേ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ എളിമയുള്ളവരാണ്, വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അതൊരു കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും. നമ്മൾ ഇന്ന് വരെ കണ്ടു, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം കൈപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും. കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ, നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാധീനതകളെ പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ അഹംഭാവം ആദ്യമേ പൗലോസ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്. ഇപ്പം ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിമല്ലേ. എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്നതാണ് ആൾക്കാർ നോക്കണത്. എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം. ഇപ്പം ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും. ക്ലെയിം ഉണ്ടാകാം, പക്ഷേ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും. 1 കൊരിന്ത്യർ 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അടിപൊളി. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇതാണ് ക്ലെയിമിന്റെ പ്രോബ്ലം. നമ്മൾ ദൈവദർശനെ പോലും ക്ലെയിം വെക്കാൻ പറ്റത്തില്ല. കാര്യം ആ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തത് നമ്മൾ ആർജിച്ചതല്ല. ബൈബിൾ പറയും ദാനമാണെന്ന് പറയും.
ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന്. ഇത് ഒരു സറണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ, റെഡി ടു സറണ്ടർ. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ പുറകെ, ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെ അല്ലേ പറഞ്ഞു തരണത്. അങ്ങനെ കുറച്ചെങ്കിലുമൊക്കെ അത് ഫോളോ ചെയ്യാൻ നോക്കണേ. താങ്ക് യു.